ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ സ്കൂൾ ബോയ് റണ്ണവയുടെ ക്രിസ്മസ് എഡിഷൻ കളിക്കാൻ പോകുന്നു. അത് നമ്മൾ മൊബൈലിലാണ് കളിക്കുന്നത്. മൊബൈലിൽ കളിച്ച് എനിക്ക് എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിന്ന് റൂഫ് ടോപ്പ് എസ്കേപ്പാണ് എങ്ങനെയെന്ന് ചേർക്കുന്നത്. റൂഫ് ടോപ്പ് എസ്കേപ്പിനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. മിക്കതും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഫുൾ ഇൻവെസ്റ്റിഗേറ്റ് ആണ്, CID മൂസേനെ പോലെ. സോ ഇൻവെസ്റ്റിഗേറ്റ്. ചാർജർ ആവശ്യമില്ല ഗൈസ്. അത് നമുക്ക് മെയിൻ റോഡ് എസ്കേപ്പിനുള്ള ആ സംഭവമാണ്. നമ്മൾ ആദ്യം അച്ഛൻ്റെ റൂമിലോട്ട് പോകണേ നല്ലത്. അച്ഛനോട് ഹോക്കി കളി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ സ്ട്രാക്ക് ബാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ ഗെയിമിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെച്ച സാധനം തിരിച്ച് വെച്ചില്ലെങ്കിൽ, ഇപ്പോൾ ലൈറ്റ് ഓഫ് ആയാൽ മറന്നാൽ നമ്മുടെ വന്ന് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ അച്ഛൻ്റെ റൂം ഫുൾ ഇൻവെസ്റ്റിഗേറ്റ് ആണ്. എന്തെങ്കിലും കിട്ടാണ്ടിരിക്കൂല. എനിക്ക് ഏറ്റവും കൂടുതൽ പേടി എന്നല്ല, അച്ഛൻ്റെ മൊബൈലിൽ റിങ് അടിക്കുന്നു. അപ്പോൾ തന്നെ വരും. ഗൈസ് ഇവിടെ ഒന്നുമില്ല. ശരി, ഇത് വളരെ ഓറഞ്ചാണ് ഗൈസ്. ഇവിടേക്കൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഒന്നുമില്ല. പിന്നെ നമുക്കൊരു പണിയുണ്ട് ഗൈസ്. ഇവിടെ ഈ വെയ്സിൻ ഈ കബോർഡ് ആദ്യം നോക്കട്ടെ. ഈ വെയ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം എടുക്കണം, ഒരു കീ. അത് നമുക്ക് ഈ ഫ്ലവർ ഇട്ടിട്ട് ഒരു ബുദ്ധിയാണ്. ഈ ഫ്ലവർ ആദ്യം ഇടണം പുറത്തോട്ട്. എന്നിട്ട് നമ്മൾ ഫ്ലവർ എടുക്കണം. ഫ്ലവർ കാണില്ല നമ്മൾ. എന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്ത് ഫ്ലവർ എടുക്കണം. കിടക്കുന്ന ഗ്ലൈസ് ഫ്ലവർ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഈ കീ ഇട്ടിട്ട് നമ്മൾ ഫ്ലവർ തിരിച്ചിട്ട് ഈ കബോർഡിൻ്റെ ഉള്ളിലോട്ട് ഓടി കയറണം. അച്ഛൻ റൂമിലോട്ട് വരുന്നുണ്ട്. കണ്ടോ? അതിനൊട്ട് ബാഗ് എന്തൊക്കെയോ പറയണവർ, എനിക്ക് വായിക്കാൻ കേട്ടല്ലോ. ഹോൾഡ്. അച്ഛന് സംശയം അടിച്ചിട്ടുണ്ട്. സംതിങ് നോട്ട് റൈറ്റ് ഹിയർ. ആരോ ഇവിടെ ഉണ്ടെന്ന് അച്ഛന് തോന്നുന്നുണ്ട്. നമുക്കപ്പോൾ നോക്കാം. സോ ഗൈസ്, അച്ഛന് സംശയമൊന്നുമില്ല. അച്ഛൻ പോയിട്ടുണ്ട്. അച്ഛനൊന്നും അറിയത്തില്ല. അച്ഛൻ പോയി. നമ്മളെല്ലാം നേരെ വെച്ചാറിന് അച്ഛൻ പോയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഉത്തമ സമയം. ഇവിടെ നമുക്ക് കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കീ പാൻട്രീൻ്റെ കീയാണ് ഗൈസ് കിട്ടിയേക്കുന്നത്. ഈ ഗെയിം നിങ്ങൾ കാണേക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് മോഡിൽ കളിച്ചതിൻ്റെ വാക്കൊന്ന് വെറ്റിയതാണ്. നമുക്കൊന്ന് പാൻട്രീനെ അങ്ങോട്ട് പോവാം. അതിനുമ്പോൾ ഈ കബോർഡൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഗൈസ്, അതിന് ലേറ്റ്. അച്ഛൻ ഇടക്കിടക്ക് സംതിങ് പ്രസ്സിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ പോകാൻ. എടാ, അമ്മ പുറത്തോട്ട് ഇറങ്ങാൻ പോണ്ടാ. ഓടാ, രക്ഷപ്പെടാ. അയ്യോ അമ്മേനെ ഇവിടെ ഇരിക്കാം. അമ്മ പിടിക്കാൻ പാടില്ല, അതൊരു പ്രശ്നമാണ്. അമ്മ പോയി ഗൈസ്. നമുക്കൊരു സ്മോക്ക് ഉണ്ടാക്കണം. സ്മോക്ക് അത് അമ്മ ജനാലോടുന്നിട്ട് പുറത്തോട്ട് പോകണ്ട ഗൈസ്. ഞാനെന്തോ കണ്ട് അതുപോലെ ചവറിനിതായിരിക്കും. മീറ്റ് ചൂടാക്കണം. പട്ടി കൊടുക്കാനുള്ള മീറ്റാണിത്. ചൂടാക്കട്ടെ. ഇത് ബെല്ലടിക്കും. പെട്ടെന്ന് ഓടണം. ഇവിടെ ജനാലോടന്നിട്ടില്ല. ഞാൻ ജനാലോടന്ന് പറഞ്ഞിട്ടാ ഓടി. റൂമിലോട്ട് എറ. ഇവിടെ കയറ. എടാ, ജസ്റ്റ് മിസ്. ഇപ്പം പിടിച്ചേനെ. അമ്മയ്ക്ക് സംശയമൊന്നുമില്ലെന്നൊരു വിശ്വാസം. അമ്മയ്ക്ക് എന്തോ ഫീലൊക്കെ ചെയ്യുന്നു പറയുന്നുണ്ട്. പിടിക്കല്ലേ. അമ്മയ്ക്ക് സംശയമില്ല ഗൈസ്. അമ്മ പോകുന്നുണ്ട്. ആ സ്മോക്ക് എന്തായാലും പോയിട്ടുണ്ടാവും ഗൈസ്. സ്മോക്ക് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇവിടെ സ്മോക്ക് പോയി. ഇപ്പോൾ വന്നിട്ടുണ്ട് ഗൈസ്. വിട്ടു റൂമിലോട്ട് വരയ്ക്കും. ഇപ്പം അമ്മ വന്നിട്ടുണ്ടാവും. അമ്മ അവിടെ നിന്ന് നനക്കണുണ്ടോ? അച്ഛന് മുള്ളാൻ മുട്ടിയടാ. ഞാൻ പറഞ്ഞില്ലേ, അച്ഛന് ബാത്റൂമിൽ പോകാനുള്ള ഒരു ഇതുണ്ടാവും. അമ്മ ജനാലെങ്ങനെയും തുറന്നു. അതാണ് എൻ്റെ ഒരു പണി. ഗൈസ്, സ്മോക്ക് അവിടെ ക്രിയേറ്റായി.
ഓ, അച്ഛൻ്റെ മുകളിലുണ്ട്. നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ചെയ്യാം. അച്ഛന് ഫേക്ക് മെസ്സേജൊക്കെ അയക്കണ്ടേ. എനിക്ക് ഇതിലെ പാസ്വേഡ് അത്ര അറിയില്ല. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കട്ടെ. സോ അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് പാസ്വേഡ് ഇട്ട് ആൻഡ്രോയിഡ് 2002 എന്നാണ്. ഗൈസ് മെറ്റൽ ഗെയിം അതിനായിപ്പോൾ കളിക്കാനുള്ള ഹൊററാണ്. കമ്പ്യൂട്ടർ സ്ലീപ്പ് മോഡിലിടായി. എന്തായാലും അച്ഛൻ റൂമിലോട്ട് പോകണം. സൗണ്ട് കേൾക്കാം. അച്ഛൻ പോയി ഗൈസ്. അച്ഛൻ പോയി നമുക്ക് ഇറങ്ങാം. ഇപ്പം അമ്മ ജനാറോടൊന്നും ഉണ്ടാവില്ല. ആ വഴി നമുക്ക് നേരെ പുറത്തോട്ട് ഇറങ്ങാം. ഓ ഇറങ്ങും ബ്രോ. പട്ടിക്ക് ഇറച്ചി കൊടുക്കാൻ പോയി. പട്ടി ബാരലിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറക്കണമെന്നുണ്ട്. സൈസ് പട്ടീൻ്റെ സ്ക്രൂ ഡ്രൈവറാണ് കഴിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യമുള്ള സാധനം. നമുക്ക് കുനിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അച്ഛൻ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം കുനിഞ്ഞു പോയാൽ മതി. ഈ ബോക്സിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമുക്ക് ഈ ഓസൊന്നും എടുക്കണം ബാരൽ അടക്കാൻ വേണ്ടി. അച്ഛൻ കാണൂടാ. അച്ഛൻ്റെ റൂമിൻ്റെ തൊട്ടടുത്താണ്. എങ്ങനെയും എടുക്കണോടാ. ഓടാ അച്ഛൻ കണ്ടില്ല. ഓ ജസ്റ്റ് മിസ്സാ. ഇനി വെക്കുമ്പോഴാണ് പാടി. അച്ഛൻ ഫോൺ ചെക്ക് ചെയ്യുമ്പോടാ. വിട്ടോടാ. നിറയെ ഇവിടെ ഒരു ഊട്ടുണ്ടായി. ഈ ഊട്ടനെ മുകളിൽ കൂടെ ഞാൻ നിറഞ്ഞു വയ്ക്കാനെ തീർന്നു. വെള്ളം ഫുള്ളാവും ഇവിടെ. അമ്മക്കപ്പോൾ സംശയം അടിയും ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കിയേ പറ്റൂ. പിടിക്കല്ലടാ. ഇപ്പം അങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രീ അനക്കാൻ വന്നാൽ നമ്മൾ തീരും ബ്രോ. തീരും. എടാ അത് പെട്ടെന്ന് അറിഞ്ഞാൽ മതിയല്ലോ. എടാ നമുക്ക് ആവശ്യമുള്ള സാധനം കയ്യിലുള്ളത് ഇൻസെക്ട് സ്പ്രേ. ഇതങ്ങനെ ഇടണോടാ. കിട്ടി ഓസ് എടുത്ത് പൈപ്പ് ഓഫ് ചെയ്ത് ഇനി നമുക്ക് അച്ഛൻ കാണാണ്ട് എങ്ങനെയും വെക്കടാ. വെക്ക് അച്ഛൻ്റെ റൂം. എടാ അച്ഛൻ കണ്ട ഓർഡ. അച്ഛൻ സംശയം അടിച്ചിട്ടുണ്ടാ. ഞാൻ കണ്ട് വാട്ടെന്ന് വെച്ച്. വെൽ ദർ നത്തിങ് ആൻഡ് അച്ഛൻ ഇമാജിൻ ആയതെന്നാണ് സംശയം തോന്നുന്നു. എനിക്ക് ബാത്റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. സോ ഓ ഇതിനുള്ളിൽ ബൾബാണ് വെച്ചിരിക്കുന്നത്. പാൻട്രിയിലിടാനുള്ള ബൾബ് ഇരിപ്പുണ്ട്. പിടിക്കാമെന്നൊരു സംശയമാണ്. അച്ഛനിപ്പോൾ ഈ പിടിക്കാൻ വന്നാൽ തീരും. സോ അപ്പോൾ നമുക്കിവിടുന്ന് സ്റ്റിക്ക് എടുക്കണം. ലാഡറിന് വേണ്ടിയാണ്. സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. സ്റ്റിക്കല്ല സ്റ്റെപ്പ്. സോ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഓഫാണ്. അമ്മ ക്രിസ്മസ് ട്രീ കണ്ടാ ഇളച്ചോട്ടെ. പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. എടാ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഞാൻ തീരും. സോ ഇനി നമ്മൾ ഇവിടെ എത്തിയിരുന്നു. അമ്മ പോയി. യെസ് നമുക്കിവിടെ ഫുള്ള് ഇൻവെസ്റ്റിഗേറ്റ്. അടുത്ത സ്റ്റെപ്പ് ഇരിക്കണടാ. കിട്ടി. അപ്പം നമ്മൾ നേരത്തെ കണ്ടത് ഇതാണ് യെസ്. നമുക്കപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് അവിടെ ഫിറ്റ് ചെയ്തിട്ടും വരാം. എന്നാലും ഇൻവെർട്ടറി സെറ്റ് ആവുള്ളൂ. ഇൻവെർട്ടറി ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വെക്കാൻ പറ്റൂല. നമ്മൊരു സ്റ്റെപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആയിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എവിടെ നിന്നെങ്കിലും കിട്ടും. കാറിനുള്ളിൽ സ്റ്റെപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഹാമർ എവിടെ നിന്ന് കിട്ടും. ഹാമറൊക്കെ അച്ഛനിരിക്കുന്നിടത്തുണ്ടാകും ഗൈസ്. നമ്മൾ അങ്ങനെ ഒരു അച്ഛനെ ഒട്ടിക്കാൻ നോക്കണം. സോ ഗൈസ് അമ്മ ക്രിസ്മസ് ട്രീന് വെള്ളം ഒഴിച്ച് പൈപ്പ് ഓഫ് ചെയ്യാൻ പോയിട്ടുണ്ട്. സോ ഗൈസ് ഇതിത്തിരി പണിയാണ്. അമ്മയെ ഇതുവരെയായിട്ട് പിടിച്ചിട്ടില്ലായിരുന്നു. അമ്മ അമ്മേരായിട്ടുണ്ട്. അമ്മ നടന്നോണ സൗണ്ട് എനിക്കിവിടെ കേൾക്കാം. അമ്മ പോയിട്ടുണ്ട്. നമുക്കിനി പാൻട്രിയിൽ ചെന്നിട്ട് ഇത് തുറക്കാൻ ലൈറ്റ് ബൾബ് ഫിറ്റ് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ പാൻട്രിയിൽ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ ഇതിനുള്ളിൽ നോക്കണം.
സോ ഗൈസ് അടിയത്തെ തട്ടിൽ എന്തോ ഇരിക്കണ്ട ഗൈസ്. നെയിൽസാണ് ഗൈസ് കിട്ടി. ആണി ഇതിൻ്റെ ഉള്ളിൽ ചെക്ക് എടാ കീ കാർ ഉണ്ടായിരുന്നടാ. ഇതിനന്നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയില്ലടാ. എങ്ങനെയും അച്ഛൻ കാണാണ്ട് നമുക്ക് ഈ കാറിൽ ഫിറ്റ് ചെയ്ത് തുറക്കണം. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻ്റെ സംശയത്തിൽ സ്റ്റിക്കടാ. ഇത് നല്ല സമയമാടാ, അച്ഛൻ ഉള്ളാകുമ്പോഴാ. ഈ സമയം കൊണ്ട് നമുക്ക് കാർ കൊടുക്കാം. അച്ഛൻ പോകണം. ഇപ്പം നമ്മൾ പതുക്കെ പോകണതാണ് സേഫ്. എടാ അച്ഛൻ പോയടാ. ഇത് നല്ല സമയം ഉണ്ടാകും നമുക്ക്. കാറെടുക്കുക. സോ ഗൈസ് നമ്മൾ സ്റ്റെപ്പാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ സ്റ്റെപ്പ് അല്ലെങ്കിൽ ചുറ്റിയായിരിക്കും. അച്ഛൻ ആസ്വദിച്ച് അവിടെ നിന്ന് മുള്ളണ്ട്. ഓഹ് ഇനി അമ്മ ആണ്ട് ഇവിടെ നിന്ന് കുനിഞ്ഞു പോകണം. നമുക്ക് പിന്നെ ചില സമയത്ത് കണ്ണാണില്ല. അങ്ങനെ പ്രഫിറ്റ് തന്നെ ചുറ്റയും കൂടി കിട്ടിയാൽ മതി ഗൈസ്. ചുറ്റയും കൂടി മതി. അതും കൂടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. വെക്ക് ആണിയൊക്കെ വെച്ച് ചിലപ്പോൾ മറ്റേ കീപാഡിലുണ്ടാവും മറ്റേ റുബിക്സ് ക്യൂബൊക്കെ പാറ്റേൺ ചെയ്ത് ഇതാക്കുന്നതിൽ. അച്ഛൻ പോയെന്നൊരു സംശയമുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്യാനുണ്ട്. അച്ഛൻ പോയി ഇനി അച്ഛൻ നമ്മുടെ റൂമിൽ ചെന്ന് ചെക്ക് ചെയ്ത് നമ്മളുണ്ടാവും. ചാൻസ് ഇല്ല. കയറി അമ്മ തിരിയല്ലേ. നമുക്കത് അച്ഛൻ അവിടെ നിന്ന് ഒഴിവാക്കാം. അല്ലേ വേണ്ട, നമുക്ക് റുബിക്സ് ക്യൂബിൻ്റെ കളറ് ഞാൻ മറന്നു പോയി. നമുക്ക് ആദ്യം അത് നോക്കിയിട്ടും വരാം. ഇവിടെ ഫുള്ള് ചെക്കല്ലേ റുബിക്സ് ക്യൂബ്. ഓറഞ്ച് ഐസ് ഞാൻ മറന്നു പോയില്ല. പോടാ അച്ഛനൊരു ഹോക്കി കളിക്കാരനായി പോയി. അല്ലേ ഇപ്പം ഒന്നും കേൾക്കേണ്ട ആവശ്യം വരില്ല. ഞാനിതൊന്ന് എങ്ങനെയും അതെ ഓറഞ്ച്. പക്ഷെ അതിൽ ബ്രൗൺ കളറാണ്ട് ഓറഞ്ച് ആക്കി വെച്ചേക്കണം. ഓറഞ്ച് കിട്ടിയെന്നടിച്ച് ഞാൻ കളറൊന്ന് ഓർത്ത് വെക്കട്ടെ. റെഡ് ഓറഞ്ച് അപ്പം എല്ലാം ഇതാക്കിയിട്ടുണ്ട്. ഇനി അച്ഛനൊന്ന് ഫേക്ക് മെസ്സേജ് അയക്കാം. പിന്നെ എന്തായാലും അച്ഛൻ എടാ എന്തൊരു ജീവിതമുണ്ട് ഇതിൻ്റെ. അച്ഛന് മെസ്സേജ് അയച്ചപ്പോൾ തന്നെ അമ്മ ക്രിസ്മസ് ട്രീ നിൽക്കാൻ പോയി. ഇപ്പോൾ ഒരു അണിൻ്റെ അമ്മേൻ്റെ സ്ഥലം പോയി നോക്കണം. അതൊന്നും കാര്യമില്ല. അച്ഛനിപ്പോൾ നോക്കാൻ നോക്കിയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഫുൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. സോഴ്സൊന്നും കിട്ടാനും ചാൻസില്ല. നമുക്കൊന്ന് ഫുൾ എടാ കിട്ടിയടാ. ഞാനത് നോക്കിയില്ലായിരുന്നു. ഒന്നും കിട്ടൂലായിരുന്നു. രക്ഷപ്പെടാ. എടാ നമുക്ക് കിട്ടിയടാ. കിട്ടി മറ്റേ പാൻട്രിയിലുള്ള ബോക്സിന് കിട്ടി നമുക്ക്. അമ്മ അവിടെ നിന്ന് ക്രിസ്മസ് ട്രീ നിൽക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ട്രീക്ക് വെള്ളമൊഴിക്കണത് ഈ അമ്മ മാത്രം. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ദിവസം ഒരു നേരം മാത്രമേ വെള്ളമൊഴിക്കുള്ളൂ. ഇതാണെങ്കിൽ 2 മിനിറ്റ് കൂടുന്നവരും വെള്ളം ഒഴിക്കുന്ന നാട്. ഇപ്പോൾ അമ്മ പോയിട്ടുണ്ട്. നമുക്ക് പാൻട്രിയിലോട്ടൊന്ന് കയറി ഇതൊന്ന് തുറന്ന് ഉപകാരമില്ലാത്ത സാധനം ഉണ്ട് ഇതിനുള്ളിൽ വെച്ചേക്കണം. ഇനി ഹാമർ അവിടെ നിന്ന് ഇട്ടോളാ. ഹാമർ വേണമെങ്കിൽ അമ്മ നിൽക്കുന്നിടത്തുണ്ടാകാൻ ചാൻസ് ഉണ്ട്. എടാ അമ്മ കണ്ടടാ. അത് തുറക്കണ്ടായിരുന്നു. അവിടെ മൂഞ്ചി പിടിയുന്ന അല്ലാണ്ട് പൊടിക്കാൻ അച്ഛനും പുറത്തോട്ടായിരിക്കും. നമുക്ക് കിടിലം പണിയാണ് ഈ സമയക്കണത്. നമ്മൾ കഴുകേണ്ട സാധനം ടോയ്ലറ്റാണ്. അച്ഛൻ ഉള്ളി ടോയ്ലറ്റിൻ്റെ കളർ നോക്കിയ പച്ച കളർ. അച്ഛൻ ആസിഡ് ഉള്ളതാവുന്നുണ്ട്. ആസിഡ് എടാ അമ്മ ചിരിക്കണടാ. ഇനി എല്ലാ ദിവസവും നമ്മുടെ കൊണ്ട് ചെയ്യിക്കും. ഇവിടെ പരസ്യം പണി വന്നടാ. ഇനിയിപ്പോൾ നമ്മൾ അച്ഛനും അരച്ചും കൂടി മെസ്സേജ് അയക്കണം. അച്ഛൻ തിരിച്ചയച്ചിട്ടുണ്ട്. ബേബി ഹൂ ഇസ് റൈറ്റിംഗ് ടു മീ. ദേഷ്യത്തിൽ അയച്ചേക്കണം. അതെ അച്ഛൻ പോകുന്നുണ്ട്. ഹൗ മച്ച് ലോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇനി ഒന്ന് പോകണം. അച്ഛാ പോ.
എടാ അച്ഛൻ്റെ സ്ഥലത്ത് സ്ലീപ്പിംഗ് ബില്ല് വയ്ക്കണം. സ്ലീപ്പിംഗ് ബില്ലിടാം. അച്ഛൻ എന്തായാലും ഇനി ഉറങ്ങിക്കോളും. അച്ഛൻ ഉറങ്ങി വീണോളൂ ഗൈസ്. എടാ അച്ഛൻ തിരിച്ച് മെസ്സേജ് അയക്കാൻ ചാൻസ് ഉണ്ട്. നോക്കാം. സ്ലീപ്പ് മോഡ് ഇട്ടാൽ നമുക്കതായാലും മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ അച്ഛൻ ഉറങ്ങിയടാ. യോൺസിനുറങ്ങുക. അച്ഛൻ ഉറങ്ങി. ഇതാണ് ബെസ്റ്റ് ടൈം ഗൈസ്. ലൈറ്റ് അക്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് സുഖമായിട്ട് നോക്കാം. എടാ നമ്മൾ ക്രിസ്മസ് ട്രീ നോക്കാം. ഇവിടെ ചുറ്റി കിട്ടി. ചുറ്റി അമ്മ ക്രിസ്മസ് ട്രീ നിൽക്കാൻ പോയിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. പച്ചവടങ്ങ നോക്കി വെട്ടിയിട്ട വാഴത്തണ്ട പോലെ. എടാ സോ അപ്പോൾ നമുക്ക് ഈ ജനാല വഴി എങ്ങനെയും പുറത്തോട്ട് വേണം. അതിന് മുമ്പ് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോയെന്ന്. ഇല്ല. ഇവിടെ ഫുൾ വയ്ക്കണം. അമ്മ ഒരാളെ സമയമായിട്ടുണ്ട്. അതിന് മുമ്പ് ഫുള്ളും ചെക്ക് ചെയ്ത് പറ്റും. അച്ഛൻ ഇപ്പോൾ ഉറക്കണം. എടാ അച്ഛൻ എണീറ്റടാ. അയാൾ എന്തോ പറ്റി ഉറങ്ങിപ്പോയിന്. റിയലി പാസ്ഡ് ഔട്ട്. എടാ അമ്മ എന്തോ കാര്യത്തിന് അടുക്കളയിലോട്ട് വന്നടാ. എന്തോ ഞാൻ തട്ടി മറിച്ചിട്ട് അമ്മ വീണ്ടും ക്രിസ്മസ് ട്രീ എനക്കാവനടാ. ആ ചുറ്റി അടിച്ച എന്നെ കൊല്ലും കൈസ് ഉറപ്പാണ്. എങ്ങനെയും എടാ അമ്മ സീനാടാ. നമ്മ അങ്ങനെ ഞാൻ ചുറ്റി അടിച്ചു. അമ്മനെ പിടിച്ചു. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ കളിയാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണം. അവിടെ ഒരു ഇൻസെറ്റ് ഉണ്ട്. അതിനാണ് നമ്മൾ ഇൻസെറ്റ് സ്പ്രേ എടുത്ത. ഇൻസെറ്റിനെ കൊന്നിട്ട് അവിടെ നിന്ന് നെയിൽ പുള്ളർ എടുക്കണം. നെയിൽ പുള്ളർ എങ്ങനെ ഗൈസ് ഇൻസെറ്റിനൊക്കെ നമ്മൾ കൊന്നിട്ടുണ്ട്. നെയിൽ പുള്ളർ എടുത്തിട്ട് ഗൈസ് അവിടെ ഒരു വടിയുണ്ട് ഗൈസ്. നമ്മൾ അതിൽ കൂടെ രക്ഷപ്പെടാൻ പോവുകയാണ് ഗൈസ്. അമ്മ കണ്ടോ പോവാൻ പറയല്ലോ. ഞാൻ ചാടോട്ട് ചാടണം. ജസ്റ്റ് ചത്തനെ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ രക്ഷപ്പെട്ടു ഗൈസ്. നമ്മ പറയണത് നീ തിരിച്ചു വരല. അപ്പോൾ ഞാൻ തട്ടിക്കോളാം. പിന്നെ നമ്മൾ തിരിച്ചു വരത്തുന്നു. സോ ഗൈസ് അപ്പോൾ നമ്മൾ ഈ വഴി കൂടെ രക്ഷപ്പെട്ടിരിക്കുന്ന. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത്